നമസ്കാരം. വിധിദോഷങ്ങൾ കൊണ്ട് ചില ദുരന്തങ്ങൾ സംഭവിക്കും. ഞാനെപ്പോഴും വിധിയെക്കുറിച്ച് പറയുന്ന ഒരാളാണ്. സിനിമയിൽ ഭാഗ്യം മതി, അതിന് കഴിവുകൾ വേണ്ട. ഭാഗ്യമുണ്ടെങ്കിൽ അല്പം കഴിവുള്ള ഒരാൾക്ക് കയറി വരാം. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ കഴിവുകൾ ഉയർന്നു വരുമ്പോൾ അയാൾ താനാണ് ഭൂമിയിലെ ഏറ്റവും ശക്തൻ, തനിക്ക് ശേഷം പ്രളയമാണ്, തന്നെ തോൽപ്പിക്കാനോ ആരുമില്ല, തന്നെ നശിപ്പിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളുണ്ട്. മലയാള സിനിമയിൽ നമ്മൾ പുറകിലോട്ടെടുത്താൽ നിരവധി കാര്യങ്ങളാണ് അത്തരത്തിലുള്ളത്. നിരവധി ആൾക്കാർ ശക്തരാണെന്ന് വിശ്വസിച്ച് നിന്ന പലരുടെയും പതനങ്ങൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥകൾ, മഹാദുരിതങ്ങൾ, രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, തലമുറ കൊണ്ടുള്ള ദോഷങ്ങൾ, ഇതെല്ലാം എല്ലാ മനുഷ്യനും ഉള്ളതാണോ? അഹങ്കാരങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് സിനിമയിൽ നക്ഷത്രങ്ങൾ, സ്റ്റാറുകൾ എന്നാണ് പറയുക. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങുന്നതേ ഉള്ളൂ, കുറേ കഴിഞ്ഞ് നശിച്ചു പോകും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്റ്റാർ പ്രകാശിക്കും, മേഘങ്ങളിലാണ്, കുറച്ച് കഴിയുമ്പോൾ സ്വയം ഇല്ലാതാവും. ആ സമയത്തുള്ള പ്രകാശമേ ഉള്ളൂ. ആകാശത്ത്, ആകാശത്ത് കാണുമ്പോൾ വളരെ സൗന്ദര്യകരമായി തോന്നും. സിനിമാ രംഗത്തും അത് തന്നെയാണ്. കുറേ കാലം നിലനിൽക്കുന്ന സ്റ്റാറുകൾ വേറെ ചില അന്തരീക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതാണ്. അതും നമുക്കിതുമായിട്ട് കൂട്ടി വായിക്കാവുന്നതാണ്. അങ്ങനെ സ്റ്റാറുകളായിരിക്കുന്നവർ താനാണ് ശരി, തൻ്റെ വഴികളാണ് ശരി, താൻ പറയുന്ന ശരികളിലൂടെ ഈ ലോകം സഞ്ചരിക്കൂ എന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശം, ആ നാശമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലുണ്ടായിരിക്കുന്നത്. എത്രയോ നല്ല കഥകൾ എഴുതാം, എത്രയോ നല്ല കഥാപാത്രങ്ങളെ ചെയ്യാനുള്ള കഴിവുള്ള നടന്മാർ, എഴുതാൻ ശേഷിയുള്ളവർ, ഒരു പ്രത്യേക ശാസ്ത്രത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രതികരിക്കുന്നത് ഏത് വിധത്തിലാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമ്മളെ രോഗിയാക്കി മാറ്റും. നമ്മളെ തലച്ചോറിന് പുറത്തുള്ള നിക്കോട്ടൻ പറ്റിപ്പോവും. നമ്മൾ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് മാറും. സംഘർഷങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് നമ്മുടെ കഴിവുകൾ ഇല്ലാതായി പോകും. എനിക്ക് ദിലീപിനെ കുറിച്ച് ഓർക്കുമ്പോൾ അയാളുടെ തെറ്റും ശരികളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ദിലീപ് അനുഭവിച്ച സാമ്പത്തിക തകർച്ചയും മാനസിക സംഘർഷവും ദുഃഖവും ഒക്കെ ഒരു നേരത്തെ ഒരു ചിന്തകൾ വന്ന പാളിച്ചകളാണെങ്കിലും നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ്, ആ ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണമായ കലാകാരനാകാൻ കഴിയുക. നമ്മൾ നസീർ സാറിനെ ഓർക്കുന്നതാണ്. നസീർ സാറിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ആദ്യ ദിവസം കഴിഞ്ഞ്, ആദ്യത്തെ ഷോ കഴിയുമ്പോൾ അദ്ദേഹം വിളിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു പരാജയമാണ്, ഒരു കാര്യം ചെയ്യൂ, ഇതാ ഇന്ന ദിവസം അടുത്ത കഥ പ്ലാൻ ചെയ്യൂ, നമുക്ക് അപ്പം ചെയ്യാം, നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്ന ഊർജ്ജമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നസീർ സാറാണ്. പ്രേം നസീർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, നേരിട്ട അനുഭവമുള്ളതാണ്. പിന്നെ അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരുപാട് പേരുടെ കഥ, പുരുഷൻ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തും അദ്ദേഹം തകരുമ്പോഴും അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജം അവസാന കാലത്ത് ഒരുപാട് പടങ്ങൾ ചെയ്തു. നമുക്കൊപ്പം നിന്നവർ നിലത്ത് വീഴുമ്പോൾ താങ്ങി നിർത്താൻ പറ്റുമ്പോഴാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നത്. ഈശ്വരൻ്റെ കൃപ കിട്ടുന്നത് അവിടെയാണ്. ഞാനാണ് ലോകം, ഞാനാണ് ശരി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. ഇവിടെ ചെകുത്താൻ സേവ എന്ന് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും മാതാപിതാക്കളാണ്. അവർ രണ്ടുപേരും എൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ചാലക്കുഴിയിൽ ഈ പ്രൊഡിക്ഷൻ സെൻറ്റർ നടത്തുന്ന സമയത്താണ്. ദുഃഖമാണ് അവർ പറയുന്നത്. അവരുടെ രണ്ട് മക്കളും ചെകുത്താൻ സേവയ്ക്ക്, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ട് ഉദ്യോഗ ജോലി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഈ സേവയ്ക്ക് അഡിക്റ്റാണ്. പറഞ്ഞാൽ കൊന്നുകളയും. ഇപ്പോൾ സ്വാമിയുടെ അടുത്ത് വന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത് മക്കൾക്ക് എന്താണ് നെഗറ്റീവ് എനർജിയുമായിട്ടുള്ള ബന്ധം? ചെകുത്താൻ സേവയാണ്. ഇത് പറഞ്ഞാൽ, പരസ്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ തട്ടുന്നതാണ്. പിന്നെ മരിച്ച് ശവകുടീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാന്തല്ലൂർ ആശ്രമത്തിൽ ആദ്യം പണിത ശവകുടീരമാണ്. എനിക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം, മരണാനന്തര ജീവിതം ആഗ്രഹിക്കുന്ന ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞാലും അവർ ധീരമായി അതിനെ നേരിടാൻ തന്നെയാണ് എനിക്കിഷ്ടവും. 1000 വർഷം ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഒരു നിമിഷം ധീരനായി ജീവിച്ച് മരിച്ചു വീഴുന്നതാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. കാരണം ഈ ചെകുത്താൻ സേവ എന്ന് പറയുന്നൊരു സംഭവം കേരളത്തിലുടനീളം ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത്, കഥകൾ നമുക്ക് പറയാൻ പറ്റില്ല,
സഹോദരിയും സഹോദരനും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുക, ഒരു കെട്ടിൽ കിടന്നുറങ്ങുക, അച്ഛനെയും അമ്മയും കെട്ടിയിടുക. അവർ പലതവണ എൻ്റെ അടുത്ത് വന്നു. അവർ ഞാൻ പറഞ്ഞു നിങ്ങളിത് പോലീസിലൊന്ന് അറിയിക്കണം. അല്ല നിർബന്ധവും അതൊന്നും പറ്റില്ല. അതിന് ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു. ഞാനിത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പുറത്ത് പറയുന്നത്. പക്ഷേ ഈ ചെകുത്താൻ സേവ എന്ന് പറയുന്ന ഞാൻ ചില കാറുകളിലൊക്കെ തലതിരിച്ച് കുരിശ് കീഴായി കെട്ടിയിട്ടേക്കെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ആത്മീയമായി യാത്ര ചെയ്യുകയും തന്ത്രമാന്ത്രികങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുകയും മാന്ത്രികതയുടെ നിഗൂഢങ്ങൾ നല്ലവണ്ണം അറിയാവുന്ന ഒരാളും മന്ത്രവാദത്തിൻ്റെ പല തലങ്ങളും അറിയാവുന്നുള്ളൊരു നിലയിൽ പറയുകയാണ്, നമ്മുടെ ചെറുപ്പക്കാർ ചെന്ന് വീഴുന്ന ഇത്തരം സ്ഥലങ്ങൾ ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിക്കളയും. ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന മഹാവിപത്ത് ഒരിക്കലും ജീവിതത്തിൽ നിന്നല്ല അടുത്ത തലമുറ എല്ലാ ബന്ധനവും ഉണ്ടാകും. സാമ്പത്തിക ബന്ധനം, മാനസിക ബന്ധനം, ശാരീരിക ബന്ധനം, എന്തിന് ബീജങ്ങൾ പോലും ബന്ധിച്ച് നശിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ചില പോക്കറ്റുകളൊക്കെ ഉണ്ട് അവിടെ. കരട്ടിച്ചൻ എന്നോട് പറഞ്ഞു ഇത്തരം വിഷയങ്ങളൊന്നും സംസാരിക്കരുത്. എന്തിന് നമ്മൾ ഭയക്കേണ്ട? സമൂഹത്തിനെ ജീർണിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ കുട്ടികൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ അവൻ കോളേജിൽ എത്തുന്നുണ്ടോ? അവൻ്റെ സൗഹൃദങ്ങളൊക്കെ എന്താണ്? അവൻ തിരിച്ചു വരുന്നത് എപ്പോഴാണ്? സന്ധ്യകളിൽ അവൻ പകൽ കിടന്നുറങ്ങി രാത്രികളിൽ അവൻ പുറത്തു പോകുന്നുണ്ടോ? അവൻ എങ്ങോട്ടാണ് പോകുന്നത്? അവന് ദൈവീകമായിട്ടുള്ളൊരു അനുഗ്രഹമുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്ത് വളരെ വലുതാണ്. ആർക്കാണ്? നമുക്കല്ല. ഈ തലമുറകൾ നമുക്കെന്ന് ഉദ്ദേശിച്ചാൽ ഈ ലോകത്തിന് മാതാപിതാക്കൾ ദുഃഖം കൊണ്ട് കരയുന്ന നിലവിളിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നിത്യവും കാണുന്ന ആളാണ് ഞാൻ. ഈ ഇത്തരം കർമ്മങ്ങൾക്കെതിരെ ഇപ്പം തന്നെ വെഞ്ഞാറമ്മൂട് ആ കൊലപാതകം നടത്തിയ ആ കുട്ടി രാത്രികളിൽ ഒരു സ്ഥലം വരെ പോകുന്ന പറയണേ. കേട്ട വാർത്തയാണ്. മണ്ണന്തലയ്ക്കടുത്തുള്ള എവിടെയോ ഒരു സ്ഥലത്ത് രാത്രി പോകും, പകൽ കിടന്നുറങ്ങും. നമ്മുടെ പോലീസിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ. കാരണം അവരും നല്ല ഭർത്താവും പിതാവും ഒക്കെയാണ്, അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. ഇത്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നവർ ധനമുണ്ടാക്കാനും നെഗറ്റീവ് എനർജിയുടെ ശക്തി കൂടും. ശരിയാണ്. പോസിറ്റീവിനേക്കാൾ ശക്തി നെഗറ്റീവിന് തന്നെയാണ്. ആ നെഗറ്റീവിൻ്റെ ശക്തി നമ്മൾ ആവാഹിച്ചെടുത്തുകൊണ്ട് അതിനൊരു പവറുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇത്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായാൽ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത്തരം വിഷയങ്ങൾ നമ്മൾ DNA ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന മാത്രമല്ല ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരു കുട്ടി സംസാരിച്ചതാണ്. പുള്ളി അതിലേക്ക് പോവാണ്. രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് പരീക്ഷയിൽ ജയിക്കാനായിട്ട് നെഗറ്റീവ് ഫോഴ്സിനെ നമ്മൾ യൂട്യൂബിലേതോ കണ്ടിട്ട് ആവാഹിച്ചെടുത്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യ, മുറിക്കുള്ളിലൊക്കെ കിടക്കാൻ വയ്യ. അപ്പോൾ ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. സമൂഹം മുറിയടച്ചിരിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ മൊബൈൽ വന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സർവനാശത്തിന് പ്രധാനമായി മൊബൈൽ. കാരണം മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാതെ നമ്മളിപ്പോൾ റോഡിൽ കൂടെ നടന്നാൽ മൊബൈലിൽ സംസാരിക്കാത്തതും ട്രെയിനിൽ കയറിയാൽ മൊബൈൽ കാണാത്തവർ മൊബൈലില്ലാതെ ഒരു ജീവിതമില്ലാത്ത തരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. മൊബൈലില്ല, മൊബൈലിൽ പോയി അവസാനിച്ചു നമ്മുടെ ജീവിതം. എന്തും കാണാം അതിനകത്ത്, എന്തും പറയാവുന്ന കുറേ യൂട്യൂബ് ചാനലുകൾ ഇല്ലേ? വാർത്തകൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന ചില ചാനലുകളുണ്ട്. അവർ വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങളെ, പ്രേക്ഷകനെ കൂടുതൽ കൂട്ടാനായിട്ട് ചില ചാനലുകൾ നമുക്ക് അത്ഭുതം തോന്നും. മിതമായ വാർത്തകൾ ഇപ്പോൾ ഏഷ്യാനെറ്റ്, ന്യൂസ് 18 പോലുള്ള ചാനലുകളൊന്നും നല്ല വാർത്തകൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ചില വാർത്ത ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് ഇടുമ്പോൾ തന്നെ അലർജി തോന്നും. ഇതിന് സത്യമുണ്ടോ? കാരണം ഇതൊരു തർക്കഭൂമിയിൽ രണ്ടുപേർ കലാപങ്ങൾ കൂടുന്നത് പോലെയാണ് വാർത്തകൾ വായിക്കുന്നത്. നമുക്കെവിടെയാണ് മൂല്യച്യുതി സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ചില വിഷയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾക്കകത്ത് പറ്റുന്ന അപകടകരമായ ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാലത്തിന് തന്നെ മരവിപ്പുണ്ടാകുന്നത്.
പ്രകൃതിക്ക് തന്നെ മാറ്റമുണ്ടാകുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സാമ്പത്തികമായി ഒരുപാട് കളക്ട് ചെയ്യും, ഒരുപാട് പണം ഉണ്ടാക്കും. പക്ഷേ സാമ്പത്തിക ബന്ധനവും ശാരീരിക ബന്ധനവും സംഘർഷങ്ങളും ഒക്കെ അവർക്ക് ഇനിയും ഇതിൽ നിന്നൊരു മോചനം തേടി, അതിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ട് എവിടെയാണോ അബദ്ധങ്ങൾ പറ്റിയത് അത് അബദ്ധങ്ങളല്ല, ഇതാണ് എൻ്റെ ശരി എന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ, പ്രേക്ഷകനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് ഒരു മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ നമ്മൾ മഹാദുരന്തത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.